മലയോര മേഖലയ്ക്ക് നീലപ്പട്ട് അണിയിച്ച് നാടുകാണി ചുരത്തിലും പരിസരങ്ങളിലും നീലക്കുറിഞ്ഞികൾ പൂത്തുലഞ്ഞു. വസന്തത്തിന്റെ മനോഹരമായ ഈ കാഴ്ച കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ആളുകളാണ് നാടുകാണിയിലേക്ക് ഒഴുകിയെത്തുന്നത്. മഴക്കാലത്തിന് പിന്നാലെ എത്തിയ ഈ പുഷ്പവസന്തം കാണാൻ പ്രവൃത്തി ദിനങ്ങളിൽ പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. പടിഞ്ഞാറൻ ചുരത്തിന്റെ പച്ചപ്പിലേക്ക് നീലയും വഴുതന നിറവും കലർന്ന വർണ്ണവിസ്മയം തീർത്താണ് നാടുകാണിയിൽ നീലക്കുറിഞ്ഞികൾ എത്തിയത്. പാതയോരങ്ങളിലും മലനിരകളിലും സമൃദ്ധമായി പൂത്തുനിൽക്കുന്ന കുറിഞ്ഞിച്ചെടികൾ കാണികൾക്ക് അപൂർവവും മനോഹരവുമായ ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. പതിവിലും വ്യത്യസ്തമായി ഇത്തവണ വലിയൊരു പ്രദേശം മുഴുവൻ കുറിഞ്ഞിപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. മഞ്ഞും നേരിയ തണുപ്പുമുള്ള കാലാവസ്ഥയിൽ നീലക്കുറിഞ്ഞിയുടെ മനോഹര ദൃശ്യം ക്യാമറയിൽ പകർത്താൻ ബ്ലോഗർമാരും ഫോട്ടോഗ്രാഫർമാരും അടക്കം വലിയ ജനക്കൂട്ടമാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. മഴക്കാലത്തിന് പിന്നാലെ എത്തിയ ഈ പുഷ്പവസന്തം കാണാൻ പ്രവൃത്തി ദിനങ്ങളിൽ പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വനം വകുപ്പും പ്രദേശവാസികളും സഞ്ചാരികൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ പൂക്കൾ പറിച്ചെടുക്കാനോ ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനോ പാടില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷം മലിനമാക്കരുതെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകുന്നു. കേരള വിഷൻ, വണ്ടൂർ.